പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. പെരിയ കേസിൽ 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. മുൻ MLA KV കുഞ്ഞിരാമന്റെ ശിക്ഷയും മരവിപ്പിച്ചിരിക്കുകയാണ്. മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി, KV കുഞ്ഞിരാമൻ എന്നിവരുടെ ശിക്ഷയാണിപ്പോൾ കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. പ്രതികളുടെ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. 4 പേർക്കും 5 വർഷം തടവും പിഴയുമായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത്. CBI കോടതിയുടെ വിധിയാണിപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. 4 പ്രതികളുടെ ശിക്ഷയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അതിൽ മുൻ MLA KV കുഞ്ഞിരാമന്റെ അടക്കം 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ഈ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു? ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിധി ഉണ്ടായിരിക്കുന്നത്? 4 പേരുടെ ശിക്ഷയാണ് ഇപ്പോൾ മരവിപ്പിച്ചിട്ടുള്ളത്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ മുൻ MLA അടക്കം 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട 4 പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. CPM നേതാവും മുൻ ഉടുമ MLAയുമായ KV കുഞ്ഞിരാമൻ, 14-ാം പ്രതിയായ K മണികണ്ഠൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവർ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ് TD സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ശിക്ഷ മരവിപ്പിച്ച് ഉത്തരവിട്ടിട്ടുള്ളത്. 5 വർഷം തടവിന് ശിക്ഷിച്ച പ്രത്യേക CBI കോടതി വിധി റദ്ദാക്കി കുറ്റവിമുക്തരാക്കണം എന്നതായിരുന്നു പ്രതികളുടെ ആവശ്യം. എന്നാൽ ഇപ്പോൾ ഏതായാലും താൽക്കാലികമായി ഈ ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. CBI കോടതിയുടെ വിചാരണ നടപടികളും വിധിയും നീതിയുക്തമല്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. തെളിവുകളും സാഹചര്യങ്ങളും ശരിയായ വിധം വിലയിരുത്താതെയാണ് തങ്ങൾക്ക് ശിക്ഷ വിധിച്ചത് എന്നതായിരുന്നു 4 പ്രതികളും അപ്പീലിൽ പറഞ്ഞിരുന്നത്. 2-ാം പ്രതി സജി C ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു എന്നതായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റം. എന്നാൽ തങ്ങൾക്ക് മേൽ കുറ്റം ചുമത്തിയ ദിവസം സജി പ്രതിയായിരുന്നില്ല. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന SIയും ASIയും യഥാർത്ഥത്തിൽ ബേക്കൽ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ജനറൽ ഡയറിയിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ അന്തിമ റിപ്പോർട്ടിൽ CBI ഈ രേഖകൾ മറച്ചുവെച്ചാണ് തങ്ങളെ പ്രതി ചേർത്തത്. കോൺഗ്രസ് ബന്ധമുള്ള മാധ്യമ പ്രവർത്തകനെയാണ് സ്വതന്ത്ര സാക്ഷിയാക്കിയത്. സ്ഥാപിത താല്പര്യത്തോടെയുള്ള CBIയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. നിരപരാധികളായ തങ്ങളെ ശിക്ഷിക്കുകയായിരുന്നു. ഈ ശിക്ഷ റദ്ദാക്കണം എന്നതായിരുന്നു ഇവരുടെ ഹർജിയിലെ ആവശ്യം. ഏതായാലും ഈ പ്രതികൾ നൽകിയ ഹർജി കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവർക്ക് 5 വർഷം തടവാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 5 വർഷം തടവിന് ശിക്ഷ വിധിക്കേണ്ട കുറ്റമല്ല ഇവർക്കെതിരെ ചുമത്തേണ്ടത്. മാക്സിമം 2 വർഷം, അതായത് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന കുറ്റമാണ്. ഇതിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ വിധിക്കാൻ സാധിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ഏതായാലും ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ നിന്നും ബലമായി മോചിപ്പിച്ചു എന്നുള്ളതാണ് ഈ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്കെതിരായ പ്രധാനമായ കുറ്റം. അതാണ്. അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം ഏത് തരത്തിലായിരുന്നു? എന്തൊക്കെയാണ് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഷബ്ന. ലക്ഷ്മി, ഇന്നത് അത്തരത്തിൽ വലിയൊരു വാദത്തിലേക്ക് കോടതി കടന്നിട്ടില്ല. ഏതായാലും ഈ ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരിക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം കോടതി ഈ ഹർജി പരിഗണിക്കുകയും ഉടൻ തന്നെ ഈ ഹർജിക്കാർ ഉന്നയിച്ചതുപോലെ 2 വർഷത്തെ ശിക്ഷാവിധി എന്ന രീതിയിലാണ് കോടതി ഇതിനെ കണ്ടത്. 5 വർഷമാണ് ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചിരുന്നത്. 5 വർഷം ശിക്ഷ വിധിക്കാനുള്ള ഒരു കുറ്റകൃത്യമല്ല ഇവർ ചെയ്തത് എന്ന് കണ്ടെത്തുകയും പെട്ടെന്ന് തന്നെ കോടതി ഈ കേസ് പരിഗണിച്ച് ഇവരുടെ ശിക്ഷ മരവിപ്പിക്കുകയുമായിരുന്നു. കൂടുതൽ വാദത്തിലേക്ക് ഏതായാലും ഇനി ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ടാകും. അപ്പോൾ പ്രോസിക്യൂഷന്റെ, അതായത് CBIയുടെ അടക്കം വാദം കേട്ടതിന് ശേഷമായിരിക്കും ഇതിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുക. ഏതായാലും ഇന്നിപ്പോൾ കോടതിയിൽ വിശദമായ ഒരു വാദം നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ കേസിൽ 5 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമല്ല തങ്ങൾ ചെയ്തത് എന്ന് വ്യക്തമാക്കുകയും തുടർന്ന് കോടതി തന്നെ 2 വർഷത്തെ കുറ്റകൃത്യം മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തു. തുടർന്നാണ് ശിക്ഷ മരവിപ്പിച്ച് കോടതിയുടെ ഉത്തരവുണ്ടായത്. നിലവിൽ ഇവർ ഈ പ്രതികൾ ജയിലിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജയിൽ മോചിതർ ആകുമല്ലോ അല്ലേ ഈ ശിക്ഷ മരവിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ തീരുമാനം വരുമ്പോൾ?
തീർച്ചയായും ഇവരെ പ്രതി ചേർത്ത് പോലീസ് CBI അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെ തന്നെ ഇവർക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു. കാരണം ഇവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യം 2 വർഷത്തെ താഴെ കുറ്റം ലഭിക്കാവുന്ന, അതായത് രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി രക്ഷപ്പെടുത്തി എന്ന കുറ്റകൃത്യം മാത്രമാണ് ഈ 4 പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്, അവർക്കെതിരെ തെളിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ചെറിയ കുറ്റകൃത്യം ആയതുകൊണ്ട് തന്നെയാണ് 2 വർഷത്തേക്ക് മാത്രം തടവിന് ശിക്ഷിക്കാവുന്ന കുറ്റമായതിനാൽ കോടതി ജാമ്യം നൽകിയിരുന്നു. നേരത്തെ തന്നെ ജാമ്യം നൽകി. പിന്നീടാണ് ഈ കഴിഞ്ഞ ദിവസം CBI പ്രത്യേക കോടതിയിൽ നിന്ന് ശിക്ഷാവിധി ഉണ്ടാകുന്നത്. ഈ പ്രത്യേക കോടതിയിൽ നിന്ന് ശിക്ഷാവിധി ഉണ്ടായ സാഹചര്യത്തിൽ ഇവരുടെ ജാമ്യം റദ്ദാക്കുകയും തുടർന്ന് ഇവരെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഹൈക്കോടതി ഈ ശിക്ഷ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ ഇവർക്ക് വീണ്ടും ജാമ്യം ലഭിക്കും, ഇവർക്ക് ജയിൽ മോചിതരാകാം. പക്ഷേ ഇതിന്റെ അർത്ഥം ഈ ഇപ്പോൾ P. ജയരാജൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ P. ജയരാജൻ, KV കുഞ്ഞിരാമൻ അടക്കം 4 പേരുടെ ശിക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. താങ്കളുടെ പ്രതികരണം? ഇവിടെ കേരള പോലീസ് അന്വേഷിച്ച കേസാണിത്. കേരള പോലീസ് അന്വേഷിച്ച കേസിൽ ഉൾപ്പെടുത്തപ്പെട്ടവരാണ് ശിക്ഷിക്കപ്പെട്ടവരിൽ ഏറെയും. CBI ആണ് പാർട്ടി നേതാക്കന്മാരെ ഇതിൽ കൂട്ടിച്ചേർത്തത്. അപ്പൊ CBI കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇവരൊക്കെ ഇതിൽ ഗൂഢാലോചനയുടെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ടെന്നാണ്. പക്ഷേ സെഷൻസ് കോടതി തന്നെ ഈ കാര്യത്തിൽ ആ ഗൂഢാലോചനയുടെ പാർട്ട് നിലനിൽക്കുന്നതല്ല എന്ന് വിധിയെഴുതുകയുണ്ടായി. ഇപ്പോ ഇവരെ 5 വർഷം ശിക്ഷിച്ചുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ വിധിയാണിപ്പോ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പൊ നൽകിയിട്ടുള്ള വിധി അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. CBI എന്ന അന്വേഷണ ഏജൻസി പലപ്പോഴും BJP എന്ന രാഷ്ട്രീയ യജമാനന്മാരുടെ കൂട്ടിലിട്ട തത്തയായിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുകയുണ്ടായി. അത് സാധൂകരിക്കുന്ന നിലയിലാണ് ഇപ്പം ഹൈക്കോടതി ഈ 4 പേരെ 5 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടുള്ള 4 പേരെ ശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത് കാണിക്കുന്നത്. ശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ CBIയുടെ തുടർവാദങ്ങൾ ഇനിയായിരിക്കും ഈ കേസിൽ നടക്കുക. മാത്രമല്ല, പ്രതികളെ ബലമായി പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു എന്നുള്ള കുറ്റാരോപണം അവർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ആ കുറ്റമാണ് CBI ചുമത്തിയിരിക്കുന്നത്. ശ്രീ P. ജയരാജൻ. അതെ, അതിപ്പോ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ഇതിൽ ഇടപെട്ടല്ലോ. അപ്പോ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ശിക്ഷ മരവിപ്പിച്ചത് തന്നെ CBI ബോധപൂർവം ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് കളി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. നേരത്തെ CPIM ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കാരണം കേരള പോലീസ് അന്വേഷിച്ചിട്ട് പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട്. അത് LDF സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് തന്നെ കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് ഈ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ കണ്ടെത്തിയിരുന്നു. ആ പ്രതികളെ ക്കെതിരായിട്ട് കുറ്റപത്രം കൊടുത്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ CBI ഏറ്റെടുക്കണം എന്നുള്ള ഹർജിയെ തുടർന്ന് CBI പ്രത്യേകമായിട്ട് ചിലരെ കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേർത്തവരാണ് പിന്നെ അവർക്കെതിരായിട്ടുള്ള ശിക്ഷയാണ് ഇപ്പം മരവിപ്പിച്ചത് എന്ന കാര്യമാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത്. അതിനൊരു പ്രാധാന്യമുണ്ട്. ഈ മുൻ ഉദുമ മുൻ MLA അടക്കമുള്ളവരെ CBI അങ്ങനെ റാൻഡമായി പ്രതി ചേർക്കുകയായിരുന്നു, വെറുതെ പ്രതി ചേർക്കുകയായിരുന്നു എന്നുള്ളതാണോ താങ്കളുടെ വാദം? അല്ല, CBI പലപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. CBI രാഷ്ട്രീയ യജമാനന്മാരുടെ കൂട്ടിലിട്ട സത്യമാണെന്നുള്ള ആക്ഷേപം നേരത്തെ നിലവിലുണ്ടല്ലോ. അപ്പോ അത് ഉന്നയിക്കപ്പെട്ടത് പ്രധാനപ്പെട്ട ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നവരുടെ നാവിൽ നിന്നാണ്. അപ്പോ സ്വാഭാവികമായിട്ടും CBI അത് ഏറ്റവും നല്ല ഏജൻസിയാണെന്നൊക്കെ പണ്ട് കാലത്തൊരു ധാരണയുണ്ടായിരുന്നു. അതല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. CBIക്ക് വാദിക്കാൻ വേണ്ടി പോലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുവാദം കൊടുത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ വളരെ വ്യക്തമാണല്ലോ. ആ വിധിന്യായം വായിച്ചുകൊണ്ട്, വിചാരണ കോടതിയുടെ വിധിന്യായം വാദിച്ചുകൊണ്ട് CBIയുടെ അഭിഭാഷകന് വാദിക്കാൻ വേണ്ടി പോലും അവസരം കൊടുക്കാതെയാണ് ഈ ശിക്ഷ മരവിപ്പിച്ചത് എന്ന് പറയുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്.
നന്ദി ശ്രീ പി ജയരാജൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഈ വിധിയെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പി ജയരാജൻ ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പെരിയ കേസിലെ 4 പ്രതികളുടെ ശിക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. മുൻ ഉദുമ MLA KV കുഞ്ഞിരാമന്റെ അടക്കം 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി, KV കുഞ്ഞിരാമൻ എന്നിവരുടെ ശിക്ഷയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഇവർ 4 പേർക്കും 5 വർഷം തടവും പിഴയുമായിരുന്നു CBI പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. പക്ഷേ ആ ശിക്ഷാവിധിയാണിപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. ഷപ്ന തുടരുന്നുണ്ട്. ഷപ്ന, അത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രതിവാദങ്ങളും കോടതിയിൽ നടന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ശിക്ഷാവിധി മരവിപ്പിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ലക്ഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇപ്പോൾ അപ്പീൽ ഇന്നലെ ഈ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ വന്നിരുന്നു. ജസ്റ്റിസ് PB സുരേഷ് കുമാർ അധ്യക്ഷനായ ബെഞ്ചിലായിരുന്നു ഈ അപ്പീൽ വന്നത്. ഇന്നലെ ഇതിൽ അഭിഭാഷകൻ അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് ഇന്ന് ഈ ഹർജി പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. ഇന്ന് ഹർജി എടുത്ത ഉടൻ തന്നെ കോടതി വ്യക്തമാക്കിയത് ഇത് 5 വർഷത്തെ തടവാണ് ഈ പ്രതികൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെയുള്ള കുറ്റകൃത്യം എന്ന് പറയുന്നത് ഒരു കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നതാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് പരമാവധി ഇവർക്ക് 2 വർഷം മാത്രമേ തടവ് ലഭിക്കാൻ പാടുള്ളൂ. എന്നാൽ CBI കോടതി 5 വർഷത്തെ തടവാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 5 വർഷത്തെ തടവ് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശിക്ഷ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രം കോടതി പറഞ്ഞു. പിന്നീട് ഈ ഹർജി വിശദമായ വാദം കേൾക്കും. ഇപ്പോൾ ഇത് താൽക്കാലികമായ ഒരു ഉത്തരവ്, ഇടക്കാല ഉത്തരവ് മാത്രമാണ്. ഇതിൽ വിശദമായ വാദം കേട്ടതിനു ശേഷമായിരിക്കും ഇവരെ കുറ്റവിമുക്തരാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം വരിക. ഇപ്പോഴേതായാലും ഇവരെ ശിക്ഷ മരവിപ്പിച്ച സാഹചര്യത്തിൽ ഇവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വസ്തുതയാണുള്ളത്. ഇത് ഒരു അന്തിമ വിധിയല്ല, ഇവരെ കുറ്റവിമുക്തരാക്കിയതുമല്ല. CBIയുടെ അടക്കം വാദം കേട്ടതിനു ശേഷമായിരിക്കും അതിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുക. പക്ഷേ ഈ CPM നേതാക്കൾക്ക് ഏതായാലും വലിയ ആശ്വാസം തന്നെയാണ്. കാരണം ഈ ശിക്ഷ മരവിപ്പിച്ചാൽ സ്വാഭാവികമായും ജാമ്യം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജയിൽ മോചിതരാകാൻ സാധിക്കും എന്നതാണ് ഈ കേസിലെ ഇപ്പോൾ ഈ 4 പേര്, ഈ ശിക്ഷ മരവിപ്പിച്ചിട്ടുള്ള 4 പേരിൽ മണികണ്ഠൻ എന്നത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ 14ാം പ്രതിയാണ്. ബാക്കി 3 പേർ, അതായത് ഈ മുൻ MLA, അതോടൊപ്പം തന്നെ 21, 22 പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഭാസ്കരൻ, അതുപോലെ രാഘവൻ, അതുപോലെ ഈ ഉദുമ മുൻ MLA, ഈ 3 പേരെ CBI ആണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരുന്നത്. ക്രൈംബ്രാഞ്ച് ആദ്യ അന്വേഷണത്തിൽ ഇവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയോ ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് CBI കണ്ടെത്തിയ 3 പേരെയാണ് ഈ വിചാരണ കോടതി, അതായത് CBI കോടതി ശിക്ഷ വിധിച്ചത്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടി ഇവരെ 4 പേരെയും ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു എന്നതാണ്. ഷബ്ന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്. പെരിയ കേസിലെ 4 പ്രതികളുടെ ശിക്ഷാവിധിയാണ്, CBI കോടതിയുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. കൃപേഷിൻ്റെ അച്ഛൻ PV കൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PV കൃഷ്ണൻ, മുൻ MLA അടക്കമുള്ളവരുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. താങ്കളുടെ പ്രതികരണം? ഇതിനെ പറ്റി നമുക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ നമ്മുടെ സങ്കടം എന്ന് വെച്ചാൽ ഇത്രയും 6 വർഷമായി പോരാടിയിട്ട് കിട്ടിയ ഒരു ശിക്ഷയാണ് അവർക്ക്. അതിന് ഇത്ര വേഗം കൊണ്ട് ഹൈക്കോടതി ജാമ്യം വരയ്ക്ക് കൊടുക്കാന്ന് വെച്ചാല് എന്തോന്നു ഇവരെ എല്ലാ ഗൂഢാലോചനയിലും ഈ പ്രതികളെ രക്ഷപ്പെടുത്താനും എല്ലാറ്റിനും കൂട്ടുന്നതിനൊക്കെ യഥാർത്ഥമായി ബോധ്യപ്പെട്ടതിനെ കൊണ്ട് തന്നെ ഈ ശിക്ഷ അവർക്ക് 5 കൊല്ലം ശിക്ഷ വിധിച്ചത്. ഇത് പെട്ടെന്ന് ജാമ്യം കൊടുക്കാന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലെ ജനങ്ങളെ തന്നെ ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രശ്നമാണ്. എന്താ വെച്ചാൽ ഇവരെ എല്ലാ പ്രതികളും, ഈ 5 പ്രതികളും ഈ കൊലയാളികൾക്ക് വേണ്ടി എല്ലാ സംഭവം ചെയ്തുകൊണ്ടിരിക്കും. അത് കൂടാതെ പാർട്ടി പറയുന്നത് ഇവർക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് കോടതി കണ്ടെത്തിയല്ലേ ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടല്ലേ ഇവർക്ക് ശിക്ഷ വിധിച്ചത്. അത് മാത്രമല്ല, അന്ന് തന്നെ അവർ കണ്ണൂർ ജയരാജൻ പോകുന്നു, ഇവിടുത്തെ കേരളത്തിലെ ഇവിടുത്തെ ഉദുമയിലത്തെയും വലിയ ആദ്യത്തെ MLA, 2 MLA ഈ പ്രതികളെ വീട്ടിലൊക്കെ വെറുതെ വിട്ട പ്രതികളെ വീട്ടിലും ഈ ശിക്ഷിച്ചവരുടെ പ്രതികളെ വീട്ടിലും പോയി അവരെ ആശ്വസിപ്പിക്കാണ്. ഇതിന്റെ എല്ലാം ഈ കേരളത്തിലെ ജനങ്ങളെ കാണുന്നില്ല. എന്തെന്ന് ഇതിന്റെ മെസ്സേജ് ഇവരെന്തെന്ന് കൊടുക്കുക ഇവർക്ക് ജനങ്ങളോട് പറയുന്നത് നമുക്കറിയില്ല. ശ്രീ കൃഷ്ണൻ, കുടുംബത്തിന്റെ തീരുമാനം എന്താണ്? കുടുംബത്തിന്റെ തീരുമാനിച്ചാൽ ഞങ്ങൾ പാർട്ടിയെ അഡ്വക്കേറ്റുമാരായിട്ട് ആലോചിച്ച് പാർട്ടിയോടും ആലോചിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. എന്നുവെച്ചാൽ ഇവർക്ക് ജാമ്യം കൊടുക്കാൻ ഏത് വശത്താലും ജാമ്യം കൊടുക്കാൻ പാടില്ല. ഈ ശിക്ഷ അവർക്ക് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ശ്രമിക്കുന്നത്.
അത് പാർട്ടിയോട് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. കാര്യമായ വാദപ്രതിവാദമൊന്നും നടന്നിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതെ അതെ പ്രതിവാദം നടന്നില്ല എന്നൊന്നും അറിയില്ല. ഹാജരാകുന്നതാണ് പാർട്ടി പറഞ്ഞ അവർക്കെതിരെ പോകുന്നതാണ് പറഞ്ഞ പോയിനൊന്നും അറിയില്ല. അപ്പോ എന്നൊന്നും അറിയില്ല, അറിയാതെ പറയാൻ പറ്റില്ല. ഈ അപ്പീലിൽ ഇങ്ങനെ ഒരു വിധി നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചതാണോ? ഇല്ല ഇല്ല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവരൊക്കെ ഈ വിധി ഈ അപ്പീൽ തള്ളുന്നാണ് ഞാൻ കണക്കൂട്ടിയത്. തള്ളുന്ന ഇവര് കുറ്റക്കാർക്ക് CBI കോടതി കണ്ടെത്തി കഴിഞ്ഞാല് അതിനൊരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ CBI കോടതിയിലെ ഇവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി വിധിച്ച്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഹൈക്കോടതിയിലെത്തുമ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടിയതിന്റെ ഇത് നമുക്കിപ്പോ അഡ്വക്കേറ്റുമാരായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നന്ദി ശ്രീ PV കൃഷ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പാർട്ടിയുമായി ആലോചിച്ച് മുന്നോട്ട് പോകും ഈ വിധിക്കെതിരെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ന്യൂസ് മലയാളത്തോട്. ഇപ്പോൾ KK രമ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ KK രമ, 4 പ്രതികളുടെ ശിക്ഷയാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതി. അത് മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരുടെ. താങ്കൾ എങ്ങനെയാണ് ഈ ശിക്ഷാവിധിയെ നോക്കിക്കാണുന്നത്? ഇതൊരു സ്വാഭാവികമായ ഒരു നടപടിക്രമമായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അവർ സ്റ്റേ പോയപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതിലല്ലാതെ അവർ കുറ്റക്കാരല്ല എന്നുള്ളതൊന്നല്ല അപ്പൊ കോടതി കണ്ടിരിക്കുന്നത്. സ്റ്റേ ആണ്. മറ്റു നിയമ പോരാട്ടം ഇവരും കുടുംബങ്ങളും അവരുടെ പാർട്ടിയും നടത്തും എന്ന് നമുക്കറിയാലോ. അത് അവർ നടത്തുമായിരിക്കും. ഇത് പിന്നെ തെളിവുകൾ സഹിതമാണ് CBI കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. അതിനെതിരെ അവർ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ സ്വാഭാവികമായിട്ട് ഒരു സ്റ്റേ ആയിട്ടാണ് അതിനെ ഇപ്പൊ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ആ ശിക്ഷ അവരുടെ കുറ്റം പരിഗണിക്കാതെ അത്തരത്തിൽ സ്റ്റേ ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് വാദപ്രതിവാദങ്ങളിലേക്ക് പോകാതെ വളരെ വേഗത്തിൽ സ്റ്റേ ചെയ്തത് അത് ഒരു സ്വാഭാവിക നടപടിയാണോ? അല്ല, സ്റ്റേ പൊതുവെ അങ്ങനെയാണ്. സ്റ്റേക്ക് പോയി കഴിഞ്ഞാൽ കോടതി പല കേസിലും സ്റ്റേ കൊടുക്കാറുണ്ട്. അപ്പൊ അത് ആ തരത്തിൽ ആയിരിക്കാമെന്നാണ് ഞാൻ അതിനെ കാണുന്നത്. വിശദമായ കാര്യങ്ങൾ അറിയില്ല. അത് അതിന്റെ ഡീറ്റെയിൽസ് വന്നെങ്കിൽ മാത്രമേ പറയാൻ കഴിയൂ. നന്ദി ശ്രീ